മൃത്യു എന്ന സത്യത്തെ ശാപകാരണത്താൽ സ്വീകരിക്കാനിരിക്കുന്ന എനിക്ക് മുക്തിമാർഗം ഉപദേശിച്ചു തന്നാലും ഗുരുദേവ. അല്ലയോ രാജൻ, ജീവിതചക്രം വളരെ രഹസ്യമായ ഒന്നാണ്. നീർക്കുമിളകൾക്ക് തുല്യമാണ് ജീവൻ. യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങളും ജനിച്ച അന്ന് മുതൽ മരണത്തിന്റെ കവാടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവർ അതറിയുന്നില്ല. മരണമെന്ന സത്യത്തെ ഗൗനിക്കാതെ വ്യഥാപാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. അല്ലയോ രാജൻ, സർവ ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അമൃതഗംഗയാകുന്ന ഭക്തിയിൽ മുങ്ങിക്കുളിച്ച് ഭാഗവത കഥകൾ കേൾക്കുക. നിശ്ചിതമായും ആ ഭക്തിയുടെ ശക്തിയിൽ താങ്കൾക്ക് മുക്തി ലഭിക്കുന്നതായിരിക്കും. ഞാൻ താങ്കൾക്ക് ഭാഗവതത്തിന്റെ കഥകൾ പറഞ്ഞു തരാം. ശാന്തമായ മനസ്സോടെ ഭക്തി പുരസ്സരം ശ്രമിക്കുക. ദ്വാപരയുഗാന്തത്തിൽ അസുരന്മാരുടെ ശക്തി വർദ്ധിക്കുകയും ഭൂമിദേവിയുടെ മേൽ പാപക്കരകൾ ഉരട്ടി രക്തപ്പുഴകൾ ഒഴുക്കി ദാനവർ മലിനമാക്കിക്കൊണ്ടേയിരുന്നു. അതിലേറ്റവും അപകടകാരിയും അഹങ്കാരിയുമായിരുന്നു മധുരയിലെ രാജാവ് കംസൻ.